ഫ്രണ്ട്സ് വെൽക്കം ടു പുളിഞ്ചി. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോവാ. കുറെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അതായത് ആ സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ കുറെ സബ്സ്ക്രൈബർ എല്ലാം വരുന്നുണ്ട് നമ്മളെ കൂടെ. അപ്പൊ നമുക്ക് ഒരു പുതിയ സ്ഥലം കാണാം. എല്ലാവരും എൻ്റെ കൂടെ വാ. Welcome to the world of Puli Inji. Kupai Samvika Sri Divya. Welcome to the world of Puli Inji. Kupai Samvika Sri Divya. Kupai Samvika Sri Divya. എന്നാൽ പിന്നെ ഒരു ടെമ്പോ ട്രാവലർ നിറച്ച ആൾക്കാരായിട്ട് നമ്മളെല്ലാവരും പോവാണ് നൈനിറ്റാളിലേക്ക്. അപ്പോൾ ഇനി ഒരു 2-3 വീഡിയോ കാണും നിങ്ങൾ നൈനിറ്റാൾ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി മൂഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് നൈനിറ്റാൾ കാണാം. രാവിലെ 6 മണിയാകുമ്പോൾ എല്ലാവരും റെഡിയായി. 7 മണിക്ക് നമ്മൾ ഡൽഹിയിൽ നിന്ന് വിട്ടു. ഒരു നല്ല കിടിലൻ ടെമ്പോ ട്രാവലറിൽ നമ്മളെല്ലാവരും നൈനിറ്റാളിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. രാവിലത്തെ ആ ഒരു ഫ്രഷ് മൂഡിലാണ് എല്ലാവരും. ആർക്കും കുട്ടികളടക്കം ആർക്കും വലിയ ക്ഷീണമൊന്നുമില്ല. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇതുവരെ, അതായത് നമ്മൾ ഈ കുന്ന് കയറി തുടങ്ങുന്നവരെ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് സ്ലോലി. അപ്പോൾ ചുരം കയറുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്ക് വണ്ടി നിർത്തുന്നുണ്ട്, വണ്ടി നിർത്തി ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ ലേറ്റ് ആവാതെ എത്രയും പെട്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്താനുള്ള ശ്രമത്തിലാണ്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലുള്ള പലർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ആൾക്കാർ മുന്നേ വന്നിട്ടുണ്ട്, അതായത് സ്ഥലമൊക്കെ കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. നല്ല ഒരുപാട് കയറാനുണ്ട്. കാരണം കുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ എന്നാലും ആ ഒരു മൂഡിലിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ ഏകദേശം നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലോട്ട്, ഗസ്റ്റ് ഹൗസിലോട്ട് എത്താനായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അധികം ദൂരമില്ല. ഒരുവിധം നമ്മൾ മൊത്തത്തിൽ കുന്ന് കയറി. നല്ല കുന്നും മലയൊക്കെ ഒരുപാട് കാണാനുണ്ട്. അതിന് കുറച്ച് ദൂരം കൂടി പോയാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തും. നമ്മളെല്ലാം അയച്ചരാ നല്ല നല്ല ഫോട്ടോ. हाँ हाँ जाने दो घूमना है. ഇവിടെ വെച്ച് ചെറുതായിട്ട് വഴി തെറ്റുമോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ഇത് ഇറങ്ങേണ്ട സ്ഥലം അതായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവാണ്. അപ്പോൾ ആരും ഒന്നും പറയരുത്, ഇവിടെ വെച്ച് വഴി തെറ്റിയിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം കഴിഞ്ഞ് കുറച്ചും കൂടി മുകളിലോട്ട് നമ്മൾ കയറി. നല്ല അടിപൊളി കുന്നെല്ലാം കാണാനുണ്ട്. പക്ഷെ നമ്മൾ വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് തിരിച്ചിറങ്ങണം. തിരിച്ചിറങ്ങി നേരെ ഹോട്ടലിൽ പോയിട്ട് അടുത്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെല്ലാം ഗസ്റ്റ് ഹൗസ് എന്ന് പറയും. അടിപൊളിയാണ്, നല്ല അടിപൊളി ബെഡ്. പക്ഷേ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. പ്രതീക്ഷിച്ചതിന് അവിടെ കൂടുതൽ തണുപ്പുണ്ട്. അപ്പോൾ നല്ല എല്ലാവരും മുട്ടി അടുത്തടുത്ത റൂമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കി സംഭവങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ബാത്റൂം അടിപൊളിയാണ്. ഗീസറെല്ലാം ഉണ്ട്, വെള്ളം ചൂടാക്കാൻ ഉള്ള സൗകര്യം എല്ലാം ഉണ്ട്. കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് തോന്നുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല വ്യൂ ആണ്. ഇരിക്കാൻ ഊഞ്ഞാലെല്ലാം ഉണ്ട്. നല്ല സംഭവം അടിപൊളിയാട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് ടൈം നല്ല പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പുറത്തേക്ക് നോക്കി നല്ല കാഴ്ചയാണ്. ഒരു എന്താ പറയുക, അധികം ഒരു തിരക്ക് ഇവിടെ ഇല്ല, റഷ് ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ സീസൺ ആവാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ.
എന്തായാലും നമ്മൾ താമസിക്കാനെടുത്ത സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് മേലെ എന്ത് രസാ കാണാന്നറിയാം. ആ ഒരു മിനിറ്റ്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്ന സ്പോട്ട് നല്ല കിടിലൻ സ്പോട്ടാണ്. ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ആംബിയൻസിൽ നമുക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. തണുപ്പുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാണ്. ഇനി ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ രാവിലെ പുറപ്പെട്ട് ഏകദേശം ഉച്ച കഴിയുമ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി. ഇന്ന് തന്നെ പ്രത്യേകിച്ച് കാര്യമായ കറക്കൊന്നും നടക്കൂല, കാരണം അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട് ഈ സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് പോയാൽ തണുപ്പ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എത്തുമ്പോൾ, അതായത് മെയിൻ ഏരിയയിൽ എത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലോക്കൽ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇന്നത്തെ ദിവസം കറക്കം നിർത്താമെന്ന് വിചാരിക്കും. ഈ സ്വിംഗ് നമുക്ക് പിടിക്കാൻ പറ്റില്ല നമ്മളാ കേട്ടാ. അപ്പോൾ രാത്രിയായപ്പോൾ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുകയാണ്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. സാന അവിടെ നിക്കണം. അപ്പം ഇനി ഡിന്നർ കഴിക്കാം. ചെറിയ സിമ്പിളായ ഡിന്നറാണ്, വലിയ കാര്യമായിട്ടൊന്നും പരിപാടിയൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാവരും കൂടി, നമ്മളെ സ്വന്തംക്കാരെല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്ത ചെറിയ ഡിന്നർ. എനിക്കെന്തായാലും ചെറുതായിട്ട് ജലദോഷവും ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ ഡിന്നർ, ചപ്പാത്തി, ചെറിയ ചിക്കൻ കറി, ചോറ്, ഇതൊക്കെയാണ്. എല്ലാവരും നല്ല തണുത്ത് വിറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഡിന്നർ കഴിച്ചിട്ട് എല്ലാവരും റൂമിലേക്ക് പോകും, കാരണം പുറത്ത് നല്ല തണുപ്പാണ്. റൂമിലേക്ക് പോകും, പിന്നെ കിടന്നുറങ്ങി നാളെ രാവിലത്തെയാണ് ബാക്കി പ്ലാൻസൊക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഡിന്നർ കഴിച്ചിട്ട് എല്ലാവരും കിടക്കാനും ഉറങ്ങാനുള്ള പരിപാടിയാണ്. എന്നാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.